Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മൾ എടുത്തിരിക്കുന്ന ന്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഓൺ ശുഭാൻഷു ശുക്ലാസ് നാസ ആക്സിയോം ഇസ്രോ ടൈപ്പ്. ഫിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മെയിൻസിൽ GS പേപ്പർ 3 അച്ചീവ്മെന്റ് ഓഫ് ഇന്ത്യൻസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി അവയർനെസ് ഇൻ ഫീൽഡ് ഓഫ് സ്പേസ്. ഓക്കെ, അവരുടെ ഹെഡിൽ നമുക്കൊരു ന്യൂസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ കഴിഞ്ഞ ജൂലൈ 15 നാലോളം ആസ്ട്രോനോട്ട്സ് വിത്ത് നമ്മുടെ ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല അടക്കം അവർ ISS-ൽ, അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ രണ്ടാഴ്ചത്തെ ആ ഒരു താമസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഇന്ത്യയുടെ ഗഗൻയാൻ മിഷൻ വരുന്നുണ്ട് അല്ലേ. നമുക്ക് 2027 ഇന്ത്യക്ക് ഗഗൻയാൻ മിഷൻ ഉണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് മാൻഡ് സ്പേസ് മിഷൻ ആയിരിക്കും. ഓക്കെ, അതിന് മുമ്പായിട്ടുള്ളൊരു പ്രാക്ടീസ് റണ്ണായിട്ടാണ് നമ്മളിതിനെ കണക്കാക്കുന്നത്. ഓക്കെ, the exact goal of this mission haven't been officially shared by the ISRO. ഓക്കെ, ഇന്ത്യയുടെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള ഇസ്രോ ഇതിനെ പറ്റിയിട്ടുള്ള ഒഫീഷ്യൽ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ നാസയ്ക്കും മാക്സിമം സ്പേസിനും ദേ ഹാവ് കൺഫേം സം ഡീറ്റെയിൽസ്. ആൻഡ് ടു മേക്ക് ദിസ് പോസിബിൾ, ഈ ഒരു മിഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ISRO ഏകദേശം 500 കോടിയോളം മാക്സിമം സ്പേസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, വിച്ച് അറേഞ്ച്ഡ് ഫോർ ശുക്ലാസ് ട്രെയിനിങ് ആൻഡ് ഫ്ലൈറ്റ്. ഇത് ഇന്ത്യനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ടു പ്രിപ്പയർ ആസ്ട്രോനോട്ട്സ് ഫോർ ഫ്യൂച്ചർ സ്പേസ് മിഷൻസ്, എസ്പെഷ്യലി നമ്മുടെ ഗഗൻയാൻ മിഷൻ. ഇറ്റ് വിൽ ബി ഇന്ത്യസ് ഫസ്റ്റ് മാൻഡ് സ്പേസ് മിഷൻ. ഓക്കെ, ശുഭാൻഷു ശുക്ല ആയിരിക്കും നമ്മുടെ ഗഗൻയാന്റെ മെയിൻ ആസ്ട്രോനോട്ട്. അതേപോലെ ബാക്കപ്പ് ആയിട്ട് പ്രശാന്ത് നായർ ആയിരിക്കും ഉണ്ടാവുക. പ്രശാന്ത് നായർ പുള്ളി ഒരു മലയാളിയാണ്, ഒരു പാലക്കാടുകാരനാണ് ഈ പ്രശാന്ത് നായർ. Okay, ISRO said on June 25th that they were trained in many important space skills. ഓക്കെ, ഈ അഡ്വാൻസ്ഡ് സ്പേസ് ക്രാഫ്റ്റ് സിസ്റ്റം എങ്ങനെ യൂസ് ചെയ്യണം, അതേപോലെ എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഓക്കെ, സയൻറ്റിഫിക് എക്യുപ്മെൻറ്റ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ സീറോ ഗ്രാവിറ്റിയിൽ അവിടെ ജീവിക്കാം, അതേപോലെ അവിടെ എങ്ങനെ സീറോ ഗ്രാവിറ്റിയിൽ വർക്ക് ചെയ്യാം, ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്പേസ് മെഡിസിൻസും സർവൈവൽ സ്കിൽസിനെ പറ്റിയിട്ടുള്ള ഇത്രത്തോളം കാര്യങ്ങളിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ശുഭാൻഷു ശുക്ല ആയിരിക്കും ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മിഷൻ പൈലറ്റ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് വേറെ എക്സ്ട്രാ ട്രെയിനിങ്ങും കൂടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ ഡോക്കിംഗ് അൺഡോക്കിംഗ് ചെയ്യാം, സ്പേസ് ക്രാഫ്റ്റിന് എങ്ങനെ ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ് ചെയ്യാം, അതായത് അറ്റാച്ച് ആൻഡ് ഡിറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് അതിനെങ്ങനെ അറ്റാച്ച് ഡിറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇത് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റെല്ലാർ സിനിമയൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടി നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കറിയാം ഇങ്ങനത്തെ ഈ സ്പേസ് ക്രാഫ്റ്റ് ഒക്കെ കൂടുതലും ഇപ്പോൾ ഓട്ടോമാറ്റിക് സിസ്റ്റം ഒക്കെയാണ് അതിൽ ഉണ്ടാവുക. അങ്ങനത്തെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം അവിടെ ഫെയിൽ ആയി കഴിഞ്ഞാൽ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാം, മാനുവലി അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള വളരെ നല്ല ട്രെയിനിങ് ഒക്കെ ശുഭാൻഷു ശുക്ലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ തിരിച്ച് എർത്തിലേക്ക് സേഫായിട്ട് ലാൻഡ് ചെയ്യാം, അതേപോലെ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ വെച്ച് ഉണ്ടായി കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ട്രെയിനിങ് നമ്മൾ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പുള്ളി അതോടൊപ്പം തന്നെ he also worked inside the Japanese and European parts of the International Space Station, okay, for which both astronauts had earlier trained in Japan and Germany. ഇങ്ങനത്തെ ട്രെയിനിങ്സ് it helped India prepare for its first ever human space flight. Okay, അതേപോലെ ISROന്റെ ചെയർമാനായിട്ടുള്ള V നാരായണൻ പറഞ്ഞത് ശുഭാൻഷു ശുക്ലയെ ആക്സിയോ മിഷന് വേണ്ടിയിട്ട് അയക്കുന്നത് ഇന്ത്യയിലെ പുള്ളിയെ ട്രെയിൻ ചെയ്യാൻ വരുന്ന ചെലവിനേക്കാളും കുറവാണെന്നാണ് പുള്ളി പറഞ്ഞത്. Okay, the ISRO chairman V Narayanan said that sending Shubhanshu Shukla on Axiom mission cost less than training him fully in India എന്നാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ, അതേപോലെ നാസ ആക്സിയോൺ സ്പേസ് ഒക്കെ ആയിട്ട് നമ്മളൊപ്പം ചേർന്ന് വർക്ക് ചെയ്യുമ്പോൾ ഇത് ഇന്ത്യക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ കാരണമായിട്ടുണ്ട്. ഇറ്റ് ഹെൽപ്ഡ് ഇന്ത്യ ടു സേവ് എ ലോട്ട് ഓഫ് മണി ആൻഡ് ഓൾസോ ടു ഇംപ്രൂവ് ആസ്ട്രോനോട്ട് ട്രെയിനിങ് ഇൻ എ വെരി സ്മാർട്ട് വേ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ചില പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതായത് US-ന്റെ ചില നിയമങ്ങൾ വി വർ വെറീഡ് ദാറ്റ് US ലോസ് മൈറ്റ് ബ്ലോക്ക് ഇന്ത്യ. ഓക്കെ, നമുക്ക് ഈ ഒരു അഡ്വാൻസ്ഡ് സ്പേസ് ട്രെയിനിങ്ങും ടെക്നോളജിയും ഒക്കെ കിട്ടുന്നത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊരു പ്രശ്നമാകുമെന്ന് നമുക്ക് ചില പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ കൂടി ദിസ് പാർട്ണർഷിപ്പ് സ്റ്റിൽ സക്സീഡഡ്. ഓക്കെ, ഷോയിങ് സ്ട്രോങ് ഇന്റർനാഷണൽ കോഓപ്പറേഷൻ. ഇന്ത്യക്ക് വളരെ ഹൈ ക്വാളിറ്റി ട്രെയിനിങ് കിട്ടി അറ്റ് എ വെരി ലോ കോസ്റ്റ്. ഈ ഒരു മിഷനിലൂടെ നമുക്ക് ഈ ട്രസ്റ്റും അതേപോലെ ടെക്നിക്കൽ ആക്സസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് ബിറ്റ്വീൻ ഇന്ത്യ, നാസ ആൻഡ് പ്രൈവറ്റ് സ്പേസ് കമ്പനീസ്.
സോ നമ്മുടെ ഈ ശുഭാൻഷു ശുക്ലയുടെ ഈ ഒരു സ്പേസ് മിഷൻ വളരെ വലിയൊരു സക്സസ് ആയിരുന്നെങ്കിൽ കൂടി, ആൻഡ് ഇറ്റ് ഈസ് എ ബിഗ് സ്റ്റെപ്പ് ഫോർ ഇന്ത്യ സ്പേസ് പ്രോഗ്രാം അല്ലേ. പക്ഷെ നമ്മുടെ ISRO ആണെങ്കിലും അതേപോലെ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ആണെന്നുണ്ടെങ്കിലും ഇവർ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്താണ് ഈ ഒരു മിഷൻ കൊണ്ട് ഇവർക്ക് എന്താണ് അച്ചീവ് ചെയ്യാൻ പറ്റിയത്, ഓക്കെ, അല്ലെങ്കിൽ ഇവർ അവിടെ പോയിട്ട് എന്താണ് ചെയ്തത് എന്നതിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽസ് ഒന്നും അധികമൊന്നും പുറത്ത് വന്നിട്ടില്ല. ഓക്കെ, ഇതെന്താ മെയിൻ ആയിട്ടുള്ള സീൻ എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗഗൻയാൻ മിഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വളരെ എക്സ്പെൻസീവ് മിഷനാണ്. ഇതിന് തന്നെ ഏകദേശം ഇന്ത്യയുടെ ഗഗൻയാൻ മിഷൻ 2027 വരാൻ പോകുന്ന ഈ ഒരു മിഷൻ ഇറ്റ് വിൽ കോസ്റ്റ് അറൌണ്ട് 20,000 crores. ഓക്കെ, സോ ഇത്രയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു മേജർ മിഷനെ പറ്റിയിട്ട് പുറത്തേക്ക് ഇവരൊന്നും പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റെഡ്യൂസ് ദി പബ്ലിക് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് അവയർനെസ് അല്ലേ. അതേപോലെ ഇത് ഒരുപാട് ആൾക്കാർ ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഇൻസ്പയർ സോ മെനി യങ് പീപ്പിൾ അല്ലേ. സോ ഇറ്റ് ഈസ് മിസ്സിങ് എ ബിഗ് ചാൻസ് ടു ഇൻസ്പയർ യങ് പീപ്പിൾ ടു ടേക്ക് ഇൻട്രസ്റ്റ് ഇൻ സയൻസ് ആൻഡ് സ്പേസ്. ഓക്കെ, സോ ഇന്ത്യ റീച്ച്ഡ് എ ബിഗ് സ്പേസ് മൈൽ സ്റ്റോൺ. പക്ഷേ by not sharing enough details, government missed a powerful opportunity to inform and inspire the public. അതേപോലെ തന്നെ ആസ്ട്രോനോട്ട്സ് ആർ അഡ്മയർഡ് ബൈ എവരി വൺ അല്ലേ. അവർ സയൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, ആൻഡ് ദേ വിൽ മേക്ക് പീപ്പിൾ പ്രൗഡ് ഓഫ് ദെയർ കൺട്രി. ഓക്കെ, സോ നമുക്കറിയാം ഗഗൻയാൻ മിഷനിൽ ഇന്ത്യ ഈസ് അബൌട്ട് ടു സെൻഡ് ആസ്ട്രോനോട്ട് ടു സ്പേസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഓൺ ഇറ്റ്സ് ഓൺ. ഇത് വളരെ വലിയൊരു മൂവ്മെൻ്റ് ആണ്. സോ ഈ ശുഭാൻഷു ശുക്ല ആണെന്നുണ്ടെങ്കിലും പ്രശാന്ത് നായർ ആണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ കുറച്ചും കൂടി ഇഫ് പീപ്പിൾ ലൈക്ക് ശുഭാൻഷു ശുക്ല ആൻഡ് Mr. Prashant Nair are made more visible to the public, it will excite and inspire so many people. അതേപോലെ ISRO can still improve how it shares information with the public. ഓക്കെ, ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഫോർ പീപ്പിൾ ടു and it will make people feel more connected to the space mission. So if ISRO talks more openly and regularly, it can gain people's trust അല്ലെ. ഒരു ഗ്ലോബൽ അറ്റൻഷൻ കിട്ടാൻ സഹായിക്കും. ഇത് ഒരുപാട് യങ് ഇന്ത്യൻസിനെ ഇൻസ്പയർ ചെയ്യും ടു ഡ്രീം ബിഗ്. So we'll move on to our next news, which is the parameters of success in Bihar's poll roll revision. ഓക്കെ, ഇത് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ പ്രതീക്ഷിക്കാം. മെയിൻസിൽ നമ്മുടെ GS പേപ്പർ 2 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഗവർണൻസ്, ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റിയിലൊക്കെ നമുക്ക് ഈ ഒരു ന്യൂസ് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ഒരു ന്യൂസ് പറയുന്നുണ്ട്. ഓക്കെ, സോ ഈ കഴിഞ്ഞ ജൂണിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അവരുടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഓഫ് ബീഹാർസ് വോട്ടർ ലിസ്റ്റ് ബിഫോർ ദി സ്റ്റേറ്റ് ഇലക്ഷൻസ്. ഓക്കെ, ഇതൊരു റുട്ടീൻ പ്രോസസ്സാണ്. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് ആൻഡ് ടു ക്ലീൻ ദ വോട്ടർ ലിസ്റ്റ് അത് എപ്പോഴും നടക്കുന്നതാണ്. പക്ഷേ ഇത്തവണ ഇലക്ഷൻ കമ്മീഷന് 3 ഡിഫറൻറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രഷർ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. ഓക്കെ, സോ ദേ ആർ ഫേസിങ് എ ട്രൈലേമ, മീനിങ് ഇറ്റ് ഹാസ് ടു ബാലൻസ് 3 ഡിഫറെൻറ്റ് പ്രഷേഴ്സ്. ഒന്ന് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ അടുത്തു നിന്നുള്ള പ്രഷറാണ്, രണ്ടാമത്തത് ജുഡീഷ്യറി അതേപോലെ സിവിൽ സൊസൈറ്റീസിൻ്റെ അടുത്തു നിന്നുള്ളതും, മൂന്നാമത്തത് അവരുടെ തന്നെ ആ ഒരു ഇമേജിനെ അവർക്ക് നോക്കേണ്ടതുണ്ടല്ലേ. സോ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ കാര്യം പറയുമ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇവർക്ക് ക്ലീൻ ആയിട്ടുള്ളൊരു ലിസ്റ്റ് ഇവർക്ക് വേണം. പക്ഷെ അവർക്ക് അതേ സമയത്ത് തന്നെ പേടിയുണ്ട്, ഇവരുടെ വോട്ടേഴ്സ്, ഇവരുടെ പാർട്ടിയുടെ വോട്ട് അത് അൺഫെയർ ആയിട്ട് റിമൂവ് ആയി പോവോ എന്നുള്ളൊരു പേടി ഇവർക്കുണ്ട്. ഇപ്പോൾ ജുഡീഷ്യറിയും സിവിൽ സൊസൈറ്റിയുടെ അടുത്തുനിന്നുള്ള പ്രഷറാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിയമപരമായിട്ടുള്ള ആ ഒരു പ്രോസസ്സ് അവർ ഫോളോ ചെയ്യണം, ഇലക്ഷൻ കമ്മീഷൻ ഫോളോ ചെയ്യണം, സിറ്റിസൺസിൻ്റെ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ആ ഒരു പ്രഷർ അവിടെ നിന്ന് വരുന്നുണ്ട്. അതേപോലെ അവരുടെ തന്നെ ആ ഒരു മുഖച്ഛായ അവർക്ക് രക്ഷിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് ദേ വാണ്ട് ടു കീപ് പീപ്പിൾസ് ട്രസ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ ദെയർ ഇൻഡിപെൻഡൻസ്. ഓക്കെ, അപ്പോൾ എല്ലാ ഗ്രൂപ്പിനും, നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഗ്രൂപ്പുകൾക്കും അവരുടേതായിട്ടുള്ള ഡിഫറെൻ്റ് ഐഡിയാസ് ഉണ്ട് ഓഫ് വാട്ട് എ ഗുഡ് വോട്ടർ ലിസ്റ്റ് മീൻസ്. ചിലവർക്ക് ഫേക്ക് വോട്ടേഴ്സിനെ റിമൂവ് ചെയ്യണം, ഒരു പ്യൂരിഫിക്കേഷനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ചില ആൾക്കാർ വൈൽ അതേഴ്സ് ഫിയർ ജെന്യൂൻ വോട്ടേഴ്സ് മൈറ്റ് ബി റോങ്ലി റിമൂവ്ഡ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വോട്ടർ ലിസ്റ്റ് അപ്ഡേറ്റ് ഇറ്റ് ഹാസ് നൗ ബിക്കം എ വെരി ബിഗ് ഇഷ്യൂ. Okay, it is drawing legal attention, public worry and political criticism and making it a serious test for democracy. സോ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ട്രാക്ക് റെക്കോർഡുള്ള ആൾക്കാരാണ് ഇവർ. അതായത് ഇവർ ഇന്ത്യയിൽ ഏകദേശം 1 ബില്യൺ വോട്ടേഴ്സിനടുത്ത് ഇവർ രജിസ്റ്റേർഡ്. ദേ ഹാവ് രജിസ്റ്റേർഡ് ഓവർ 1 മില്യൺ വോട്ടേഴ്സ്.
ആൻഡ് 10 ലക്ഷത്തോളം പോളിംഗ് ബൂത്തുകൾ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. 18 ലക്ഷത്തിലും മേലെ സ്റ്റാഫിന് ദേ ഹാവ് ഡിപ്ലോയ്ഡ് 18 lakh പ്ലസ് സ്റ്റാഫ്. ആൻഡ് നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഇലക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ മറ്റേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊക്കെ വേണമല്ലോ. അത് ദേ ഹാവ് മൂവ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് 30 lakh EVMs അക്രോസ് ദ കൺട്രി. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷന് ദേ ഏൺഡ് എ ഗ്ലോബൽ റെപ്യൂട്ടേഷൻ, ഓക്കെ, ആസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ റണ്ണിങ് ഇലക്ഷൻസ്. ഇത് ഈ ഒരു സക്സസ് കിട്ടാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് അവർ ഭയങ്കര ക്ലിയറും അതേപോലെ ദേ ഹാവ് ഡ്യൂ ടു ക്ലിയർ ആൻഡ് റിലയബിൾ പ്രൊസീജിയേഴ്സ്, ഓക്കെ, അതേപോലെ റിസോഴ്സസിനെയൊക്കെ വളരെ നന്നായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്, ഓക്കെ, ആൻഡ് ദേ ആർ ബിൽഡിംഗ് എഗ്രിമെൻറ്റ് വിത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ഓൾ. സോ ഈ ഒരു പോസിറ്റീവ് ഇമേജ് ഇതിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഡ്യൂറിങ് ദി ബീഹാർ വോട്ടർ ലിസ്റ്റ് റിവിഷൻ. സോ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഈ സാധനം ഒരു SIR നടത്തുന്നത്, ഓക്കെ, ആൻഡ് ദേ ആർ ഈവൻ ഡൗട്ടിങ് ദി ഇലക്ഷൻ കമ്മീഷൻസ് ഇൻറ്റൻഷൻസ്, okay, which is a sharp contrast to its earlier reputation for fairness and efficiency. സോ ആരാണ് സിറ്റിസൺ എന്ന് ആരാണ് തീരുമാനിക്കുന്നത്, എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഓക്കെ, സോ പീപ്പിൾ ഡോണ്ട് ചൂസ് വേർ ദേ ആർ ബോൺ ഓർ വെദർ ദേ ഹാവ് ദ റൈറ്റ് ഡോക്യുമെൻറ്റ്. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലേ? ടു ക്രിയേറ്റ് ആൻഡ് മാനേജ് റെക്കോർഡ്സ് എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്, സിറ്റിസൺസിൻ്റെ അല്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ റോളിനെ പറ്റിയിട്ട് പറയുമ്പോൾ, ഇലക്ഷൻ കമ്മീഷന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ദേ ആർ വെരി ഗുഡ് അറ്റ് മാനേജിങ് ഇലക്ഷൻസ്. പക്ഷേ ഈ ഒരു ആരാണ് സിറ്റിസൺ എന്ന് തീരുമാനിക്കുന്നതിൽ ഇവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഓക്കെ, അവർ അതിനു വേണ്ടിയിട്ടൊരു ലീഗൽ അതോറിറ്റി അല്ല ഇലക്ഷൻ കമ്മീഷൻ. സോ സിറ്റിസൺഷിപ്പ് ഡിസിഷൻ എടുക്കുന്നത് നമുക്ക് സിറ്റിസൺഷിപ്പ് ആക്ട് ഉണ്ടല്ലേ, ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ ദി സിറ്റിസൺഷിപ്പ് ആക്ട് ആൻഡ് ഹാൻഡിൽഡ് ബൈ ദി യൂണിയൻ ഗവൺമെൻറ്, ഓക്കെ, നോട്ട് ദി ഇലക്ഷൻ കമ്മീഷൻ. സോ വൈ ദിസ് ഈസ് എ പ്രോബ്ലം? അതായത് മേക്കിംഗ് ദി ഇലക്ഷൻ കമ്മീഷൻ റെസ്പോൺസിബിൾ ഫോർ പ്രൂവിങ് ഹൂ ഈസ് എ സിറ്റിസൺ, ഇത് ലീഗലി ഇൻകറക്റ്റ് ആണ്, ഇത് വളരെ അൺഫെയർ ആണ്, ഓക്കെ, ടു ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ദിസ് ക്യാൻ ലീഡ് ടു ഓവർ റീച്ച്, അതായത് വേർ ദി ഇലക്ഷൻ കമ്മീഷൻ ഡസ് മോർ ദാൻ ഇറ്റ്സ് ലീഗലി അലൗഡ് ടു, അല്ലേ? അവർക്ക് അനുവദിച്ച ആ ഒരു പരിധി വിട്ടിട്ടാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കളിക്കുന്നത്. സോ വിതൗട്ട് ക്ലിയർ ആൻഡ് ട്രാൻസ്പാരൻറ്റ് റൂൾസ് ഇങ്ങനത്തെ ഇവരുടെ ഈ പ്രവൃത്തികൾ ഇറ്റ് മേ ഹേർട്ട് ദി പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ, അല്ലേ, വിച്ച് ഈസ് വെരി സെൻട്രൽ ടു എ ഹെൽത്തി ഡെമോക്രസി. സോ സിറ്റിസൺഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ ജോലി അല്ല, ഓക്കെ. സോ ഡിറ്റർമൈനിങ് സിറ്റിസൺഷിപ്പ് ഈസ് നോട്ട് ദി ഇലക്ഷൻ കമ്മീഷൻസ് ജോബ്, ആൻഡ് ഫോഴ്സിങ് ടു ഡു സോ റിസ്ക്സ് ദി എക്സ്ക്ലൂഡിങ് ജെന്യൂൻ വോട്ടേഴ്സ് വിതൗട്ട് എ ഫെയർ പ്രോസസ്. സോ ബീഹാറിലുള്ള ഈ ഒരു റിവിഷൻ ഇത് ഒരുപാട് ലീഗലി അല്ലെങ്കിൽ ലീഗൽ ടെക്നിക്കൽ പൊളിറ്റിക്കൽ ചാലഞ്ചസ് കാണിക്കുന്നുണ്ട്, ഓക്കെ. വേറെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നം മാത്രമല്ല അത്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഈ ആധാറും വോട്ടർ ID-യും റേഷൻ കാർഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാം, പക്ഷേ സിറ്റിസൺഷിപ്പ് അതൊന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, ഓക്കെ. സോ അത് യൂസ് ചെയ്തുകൊണ്ട് ഇന്നെലിജിബിൾ വോട്ടേഴ്സിനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. സോ ആരാണ് ഇന്നെലിജിബിൾ ഇവിടെ? സോ ഈ ഒരു മെയിനായിട്ട് ഈ ഒരു റിവിഷൻ്റെ ഗോള് എന്താണെന്നുള്ളതാണ്. അതായത് ഇത് ഇനി പുതിയ എലിജിബിൾ വോട്ടേഴ്സിന് വോട്ടർ ലിസ്റ്റിലോട്ട് ചേർക്കാനാണോ, ഓക്കെ, അതേപോലെ ഈസ് ഇറ്റ് ടു ബ്രിങ് ബാക്ക് എലിജിബിൾ വോട്ടേഴ്സ് ഹു ആർ റോങ്ലി റിമൂവ്ഡ്, ഓക്കെ, അതാണോ ഈ ഒരു റിവിഷൻ്റെ ഗോള്? അതല്ലെങ്കിൽ ഈ ഇന്നെലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ റിമൂവ് ചെയ്യാനാണോ, ഓക്കെ, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇതുള്ള മരിച്ചുപോയ ആൾക്കാർ അല്ലെങ്കിൽ മൈഗ്രൻസിനെ റിമൂവ് ചെയ്യാനുള്ള എന്താണ് ഇതിൻ്റെ ഗോൾ എന്നുള്ള കാര്യമൊന്നും മനസ്സിലാവുന്നില്ല, ഓക്കെ. സോ ഇങ്ങനത്തെ ഇതൊക്കെ ദീസ് കറക്ഷൻസ് ഹാവ് ബീൻ ഡൺ ഇൻ എ റെഗുലർ അപ്ഡേറ്റ്, അല്ല ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഒരു സഡൻ ആയിട്ടുള്ളൊരു റിവിഷൻ കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ടോ? ഓക്കെ, അതേപോലെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട്, അതായത് 2003 വോട്ടർ ലിസ്റ്റിലെ ഓൾറെഡി ഉള്ള ആൾക്കാരെ അവർ സിറ്റിസൺസ് ആയിട്ടാണ് അവരെ കണക്കാക്കുക എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. അതിൽ പ്രശ്നമൊന്നുമില്ല. ഇത് ഗവൺമെൻറ് എഗ്രി ചെയ്യുന്നു തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ഇത് ആ ഗവൺമെൻറ് എഗ്രി ചെയ്യില്ല, ഓക്കെ. അതിലെന്താണ് ലോജിക്ക്? ഓക്കെ, so also the election commission says that anyone already on the 2003 voter list is assumed to be a citizen. But will the government agree with this logic? And ഈ ഇലക്ഷൻ കമ്മീഷന് അതാണ് നമ്മൾ പറഞ്ഞത് മുമ്പ്, ഇലക്ഷൻ കമ്മീഷൻ ഇതിനുള്ളൊരു ലീഗൽ പവർ ഉണ്ടോ? ആരാണ് സിറ്റിസൺ എന്ന് തീരുമാനിക്കുന്നതിൽ ഇലക്ഷൻ കമ്മീഷന്റെ ലീഗൽ പവർ എന്താണ് എന്നുള്ളതൊക്കെ പ്രശ്നമാണ്.
സോ അതാണ് പറഞ്ഞത്, ഈ ഒരു സ്പെഷ്യൽ റിവിഷൻ ഇറ്റ് റൈസസ് സോ മെനി പ്രോബ്ലംസ്, ലീഗൽ, ടെക്നിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ചാലഞ്ചസ്. ഓക്കെ, ഇതെല്ലാം ഈ സാധനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓക്കെ, വേറൊരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നമായിട്ട് മാത്രം ഇതിനെ കാണരുത്. So we'll move on to our next news, which is how is China leading the green energy sector? ഓക്കെ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഓക്കെ, ചൈനയുടെ ഗ്രീൻ എനർജി സെക്ടറിനെ പറ്റിയിട്ടുള്ളതാണ്. സോ പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ പ്രതീക്ഷിക്കാം, മെയിൻസിൽ GS പേപ്പർ 2 ഇഫക്റ്റ് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യസ് ഇൻഡസ്ട്രി ആൻഡ് ഇന്ത്യൻ ഡയസ്പൊറ. ഓക്കെ, ഒരു ഇന്റർനാഷണൽ റിലേഷൻസിൽ നമുക്ക് ഈ ഒരു ന്യൂസ് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ 2024 ചൈന ഒരുപാട് വിൻഡ് ടർബൈൻസും സോളാർ പാനൽസും ഒക്കെ ബിൽഡ് ചെയ്തിരുന്നു. ഓക്കെ, സോ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്ന് ബിൽഡ് ചെയ്തതിനേക്കാളും കൂടുതൽ ചൈന മാത്രം ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചൈന ഇപ്പോൾ ക്ലീൻ എനർജിയിലുള്ളൊരു ലീഡറായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത് വെറുതെ യൂസ് ചെയ്യുക മാത്രമല്ല, ഇവരതിൻ്റെ പാർട്സ്, അതായത് ഈ സോളാർ പാനൽസിലും അതേപോലെ വിൻഡ് ടർബൈനിലും ബാറ്ററീസിലൊക്കെ ഉള്ള ആവശ്യമുള്ള പാർട്സ് അവർ മേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഈ ബാറ്ററീസിലൊക്കെ നമുക്കറിയാം ലിഥിയം വേണമല്ലേ, ബാറ്ററീസിൽ ലിഥിയം, ഇതേപോലെയുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അവരിത് വളരെയധികം നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ സോളാർ പാനൽസിൽ പോളി സിലിക്കോൺ ഒക്കെ. സോ ദേ ഈവൻ കൺട്രോൾ ഇമ്പോർട്ടൻറ്റ് റോ മെറ്റീരിയൽസ് ലൈക്ക് ലിഥിയം ആൻഡ് പോളി സിലിക്കോൺ. ഓക്കെ, ലിഥിയം ബാറ്ററിയിലും പോളി സിലിക്കോൺ സോളാർ പാനൽസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പെട്ടെന്ന് ഒരു ദിവസം സഡനായിട്ട് സംഭവിച്ചതല്ല. ചൈനയുടെ പ്ലാനിങ് അവർ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 2000ങ്ങളുടെ തുടക്കത്തിൽ തന്നെ അവർ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തതാണ്. ചൈന സ്റ്റാർട്ടഡ് പ്ലാനിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ഇൻ ക്ലീൻ എനർജി ബാക്ക് ഇൻ ഏർലി 2000. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അവരത് പ്ലാൻ ചെയ്തത്. സോ ഇത്രയും വർഷങ്ങളായിട്ട് ഇറ്റ് കെപ്റ്റ് ബിൽഡിങ് മോർ ആൻഡ് മോർ. സോ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ചൈന 2024 ചൈനയുടെ ക്ലീൻ എനർജി സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഏകദേശം $940 ബില്യൺ ആണ്. ഓക്കെ, ചൈന ക്ലീൻ എനർജിയിൽ 2024 ഇൻവെസ്റ്റ് ചെയ്ത കണക്കാണത്, $940 ബില്യൺ. അതേ വർഷം ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തത് 3.4 ബില്യൺ ആണ് ക്ലീൻ എനർജിയിൽ. ഓക്കെ, 2024 കഴിഞ്ഞ വർഷം. ഓക്കെ, ഇന്ത്യ ഇൻവെസ്റ്റഡ് ഓൺലി 3.4 ബില്യൺ ദാറ്റ് ഇയർ. സോ ചൈനയുടെ ഈ ഒരു കറണ്ട് സക്സസ് ഇത് വരുന്നത് അവരുടെ ആ ഒരു മുമ്പ് തൊട്ടേ ഉള്ള അവരുടെ പ്ലാനിങ്ങിൽ നിന്ന് വരുന്നതാണ്. പിന്നെ അവരുടെ ആ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നും അതേപോലെ ഈ ഒരു സപ്ലൈ ചെയിൻ്റെ ആ ഒരു ഫുൾ കൺട്രോളിൽ നിന്നാണ് അവർ ഈ ഒരു സക്സസ് നേടിയെടുത്തത്. സോ നമുക്കറിയാം ചൈന ഒരു മാനുഫാക്ചറിങ് ഹബ്ബാണല്ലേ. സോ ചൈനയുടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു എയർ പൊല്യൂഷൻ അവർ നേരിടേണ്ടിയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു, നേരിടേണ്ടി വന്ന ഒരു സമയം അവർക്ക് ഉണ്ടായിരുന്നു. ചൈന ഫേസ് ടു വെരി സീരിയസ് എയർ പൊല്യൂഷൻ. ഓക്കെ, അവരുടെ മെയിൻ ആയിട്ടുള്ള സിറ്റീസ് ഉണ്ടല്ലോ, ആ ബീജിങ്, ഷാങ്കായ്, ഓക്കെ, ഇങ്ങനത്തെ സിറ്റീസിൽ വളരെയധികം എയർ പൊല്യൂഷൻ ഉണ്ടായിരുന്നു. സോ ഇറ്റ് മെയ്ഡ് പീപ്പിൾ വെറീഡ് ആൻഡ് പുഷ് ദി ഗവൺമെൻറ് ടു ആക്ട്. ഓക്കെ, അതേ സമയത്ത് തന്നെ ചൈന ഒരുപാട് ഈ കോളിലും അതേപോലെ ഈ കൽക്കരിയിലും അതേപോലെ ഇമ്പോർട്ടഡ് ഓയിലിലൊക്കെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിരുന്നു. ഓക്കെ, വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നുള്ള മെയിൻ ആയിട്ടുള്ള ഈ കോളും ഇമ്പോർട്ടഡ് ഓയിലിൽ നിന്നൊക്കെ അതായിരുന്നു, അതിൽ ഒരുപാട് അവർ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആ ഒരു എനർജി സപ്ലൈ വളരെ അൺസേഫ് ആൻഡ് അൺസർട്ടൈൻ ആയത് അതുകൊണ്ടാണ്. ഓക്കെ, സോ അതൊരു മെയിൻ പ്രശ്നമായിരുന്നു. ആൻഡ് ഇറ്റ് ഫോഴ്സ്ഡ് ചൈന ടു ഷിഫ്റ്റ് ടുവേർഡ്സ് ക്ലീൻ എനർജി. ഓക്കെ, വെറുതെ സർവൈവ് ചെയ്യുക എന്നുള്ളതല്ല, ചൈനയുടെ ഒരു നിലപാട് അങ്ങനെയാണല്ലോ. ഓക്കെ, ഏതെങ്കിലും ഒരു സെക്ടറിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ ലീഡ് ചെയ്യുന്നത് അവരായിരിക്കും. ഓക്കെ, അത് തന്നെയാണ് അവർ ഇവിടെയും ചെയ്തത്. നോട്ട് ജസ്റ്റ് ടു സർവൈവ് ബട്ട് ടു ലീഡ് ദ വേൾഡ് ഇൻ ക്ലീൻ എനർജി. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈനയ്ക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലാനുകളും നിയമങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ 5-year പ്ലാൻ, അവരുടെ 11th 5-year പ്ലാൻ, 2006 തൊട്ട് 2010 വരെയുള്ള അവരുടെ 5-year പ്ലാനിന് അവർക്ക് വളരെ ക്ലിയർ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്ലീൻ എനർജിക്ക് വേണ്ടിയിട്ട്. അതേപോലെ റിന്യൂവബിൾ എനർജി ലോ അവർ കൊണ്ടുവന്നു 2005 ഒരു റിന്യൂവബിൾ എനർജി ലോ. ഇത് ഇറ്റ് ഗീവ് ലീഗൽ പവർ ടു പ്രൊമോട്ട് ക്ലീൻ എനർജി. ഓക്കെ, അതേപോലെ ചൈന സ്റ്റാർട്ടഡ് ഇറ്റ് ബൈ ബിൽഡിംഗ് വിൻഡ് ആൻഡ് സോളാർ പ്രോജക്ട്സ് ഇൻ പ്രോവിൻസസ് ലൈക്ക് ഗ്യാൻസു ആൻഡ് ഇന്നർ മംഗോളിയ ആൻഡ് ഓൾ. ഓക്കെ, മംഗോളിയ വേറൊരു രാജ്യമുണ്ട്, ഇന്നർ മംഗോളിയ എന്നുള്ള ചൈനയുടെ ഒരു ഓട്ടോണമസ് റീജിയൻ ആണ്. ഓക്കെ, ചൈനീസ് ഓട്ടോണമസ് റീജിയൻ ആണ് ഇന്നർ മംഗോളിയ. ഓക്കെ, ഇവിടെയൊക്കെയാണ് ഇവർ ആദ്യമായിട്ട് ഈ ഒരു വിൻഡ് പ്രൊജക്റ്റുകളും സോളാർ പ്രൊജക്റ്റുകളൊക്കെ കൊണ്ടുവന്നത്. ഈ 2010 കാലഘട്ടത്തിലൊക്കെ ഏകദേശം ഒരു മിഡ് 2010 ചൈന വളരെ വലിയൊരു പ്രോബ്ലം ഫേസ് ചെയ്തിരുന്നു. ഓക്കെ, ഇവരുടെ അടുത്ത് ഒരുപാട് ഈ സോളാർ പവറും വിൻഡ് പവറൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരുപാട്, അതായത് ഇലക്ട്രിസിറ്റി ഇറ്റ് കുഡിൻ റീച്ച് പീപ്പിൾ. ഓക്കെ, അവരുടെ ആ ഒരു പവർ ഗ്രിഡ് സിസ്റ്റം അത് വളരെ വീക്കായിരുന്നു.
ഓക്കെ, നമുക്ക് ഈ ഇന്നർ മംഗോളിയയുടെ ഒക്കെ കാര്യം പറഞ്ഞില്ല. ഇന്നർ മംഗോളിയയിലൊക്കെ ഏകദേശം 20% ക്ലീൻ എനർജി വെറുതെ വേസ്റ്റായി പോയിട്ട് 2014 ഓക്കെ. അതിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് ചൈന വളരെ സ്ട്രോങ് പവർ ലൈൻസ് ആണ് പിന്നീട് കൊണ്ടുവന്നത്. ഓക്കെ, എസ്പെഷ്യലി അവർ ഈ അൾട്രാ ഹൈ വോൾട്ടേജ് ലൈൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം ടു ക്യാരി ഇലക്ട്രിസിറ്റി ഓവർ ലോങ് ഡിസ്റ്റൻസ്. ഓൾസോ ഒരുപാട് ഇവർ കൊടുത്തിരുന്ന സബ്സിഡികൾ ദാറ്റ് വർ ബാഡ്ലി പ്ലാൻഡ്. ഓക്കെ, അതായത് ആൾക്കാർ ഒരുപാട് ആവശ്യമില്ലാണ്ട് ദി പീപ്പിൾ ബിൽഡ് ടു മെനി ഓർ അൺനെസസറി പ്രൊജക്ട്സ്. ഓക്കെ, ഈ വിൻഡ് ആൻഡ് സോളാർ പവർ പ്രൊജക്റ്റ് ഒക്കെ ഇവർ വെറുതെ ആവശ്യമില്ലാണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ഒരുപാട് പൈസയും റിസോഴ്സസും വേസ്റ്റ് ചെയ്തു. അതിൻ്റെ ഒരു പകരമായിട്ട് ആ ഗവൺമെൻറ് കൺട്രോൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ടായത്. കംപ്ലീറ്റ് ആയിട്ടല്ല, ദേ ടുക്ക് മോർ കൺട്രോൾ. ഓക്കെ, ആൻഡ് ദേ മേഡ് ഷുവർ ദാറ്റ് പ്രോജക്ട്സ് വർ വെൽ പ്ലാൻഡ് ആൻഡ് കണക്റ്റഡ് ടു ദ ഗ്രിഡ് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ഗ്രോയിങ് ഫാസ്റ്റ്. സോ ഇതെന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അതായത് വെറുതെ അങ്ങനെ ഒരു ഫാസ്റ്റായിട്ട് ക്ലീൻ എനർജിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തതല്ല. Okay, it is not just about going fast. It is also important to have a very good plan and strong system to support it. ഇപ്പോൾ നിലവിലുള്ള ചൈനയുടെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ക്ലീൻ എനർജി പ്രോജക്ട്സിലുണ്ടല്ലോ, അതായത് ആഫ്രിക്കയിലെ അങ്കോള മുതൽ യൂറോപ്പിലുള്ള ഹംഗറി വരെ 61 രാജ്യങ്ങളുമായിട്ട് അവർക്ക് ക്ലീൻ എനർജി പ്രോജക്ട്സിൽ ഡീല് വെച്ചിട്ടുണ്ട് അവർ. ഓക്കെ, ആൻഡ് ദേ ഹാവ് ബിൽഡ് എ ഗ്ലോബൽ നെറ്റ്വർക്ക് ത്രൂ ദെയർ പാർട്ട്ണർഷിപ്പ്. ഈ വലിയ വലിയ ചൈനീസ് കമ്പനീസ് ഉണ്ട്. ഈ ലോങ്ങി ഒക്കെ ഉണ്ട്. ലോങ്ങി ഒക്കെ സോളാറിൽ വർക്ക് ചെയ്യുന്ന, സോളാർ പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഗോൾഡ് വിൻഡ്, അറിയാലോ, വിൻഡ് ഉണ്ട്. അപ്പോൾ വിൻഡ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അത് വെറുതെ പറഞ്ഞാലോ, ശരിക്കും ഒരു വിൻഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ CATL ബാറ്ററീസിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവർക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വളരെ നല്ല സപ്പോർട്ട് ഇവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അത് ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇവർക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ വളരെ ചീപ്പായിട്ട് ലാർജ് സ്കെയിലിൽ ഈ കമ്പനീസിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കറിയാലോ, ചൈനയുടെ ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷൻ എന്ന് പറയുന്നത് നമുക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്തതാണ്. ഓക്കെ, പുതിയ പുതിയ എന്തൊക്കെയോ അടിപൊളി പരിപാടികളാണ് അവരുടെ കയ്യിലുള്ളത്. പ്രത്യേകിച്ച് ഈ ഫ്യൂച്ചർ ടെക്നോളജിയിലൊക്കെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പോരാത്തതിന് നമ്മളൊന്നും കേൾക്കാത്ത കുറേ സാധനങ്ങളിലൊക്കെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇൻവെസ്റ്റിംഗ് ഇൻ ഫ്യൂച്ചർ ടെക്നോളജീസ് ലൈക്ക് AI ഉപയോഗിച്ചുകൊണ്ടുള്ള സ്മാർട്ട് ഗ്രിഡ് സിസ്റ്റവും പിന്നെ ഗ്രീൻ ഹൈഡ്രജനിൽ അവർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ തോറിയം ബേസ്ഡ് ന്യൂക്ലിയർ എനർജിയിലൊക്കെ ചൈന ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്ലോബൽ ക്ലീൻ എനർജി റേസിൽ അത് 2 ഡിഫറെൻറ്റ് സ്റ്റൈലാണുള്ളത്. ഒന്ന് ചൈനയുടെ മോഡലും പിന്നെ ഒന്ന് വെസ്റ്റേൺ മോഡലും. ചൈനയുടെ മോഡൽ നമ്മൾ പറഞ്ഞില്ലേ, ഗവൺമെൻറ് മുമ്പിൽ നിന്നിട്ട് നയിക്കും. ദേ വിൽ ലീഡ്, ഗവൺമെൻറ് ആയിരിക്കും ലീഡ് ചെയ്യുന്നത്. നല്ല ഫാസ്റ്റായിട്ടാണ്. അതേപോലെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അപ്പുറത്ത് നമ്മുടെ വെസ്റ്റേൺ മോഡലുണ്ട്. ഓക്കെ, ഫുള്ള് പ്രൈവറ്റ് കമ്പനീസും വളരെ സ്ലോ ആയിട്ട് എന്നാലോ നല്ല എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന ചോദ്യം അതായത് ആരെ കൂടുതൽ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതല്ല, ബട്ട് ഹൂ കൺട്രോൾസ് ദ റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതാണ് ഫോർ ക്ലീൻ എനർജി അറൌണ്ട് ദ വേൾഡ്. So we'll move on to our next news, which is Akash Prime successfully tested in Ladakh by Indian Army. ഓക്കെ, സോ ആകാശ് മിസൈൽസിനെ പറ്റിയിട്ട് പറയേണ്ടല്ലോ അല്ലേ. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വളരെയധികം ഫാൻ ബേസ് ഉള്ള ഒരു മിസൈലാണ് ആകാശ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജൂലൈ 18-ന് 18-ാം തീയതി 2025 ജൂലൈ 18-ന്, അതായത് ഇന്ന് ഇന്ത്യൻ ആർമി ദേ ഹാവ് ടെസ്റ്റഡ് ദി ആകാശ് പ്രൈം എയർ ഡിഫൻസ് സിസ്റ്റം. ഓക്കെ, ഇത് ലഡാക്കിൽ വെച്ചിട്ട് ഏകദേശം ഒരു 15,000 ഫീറ്റ് ഓൾട്ടിറ്റ്യൂഡിൽ വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്തത്. ആകാശ് പ്രൈം എന്നുള്ളത് നമ്മുടെ പഴയ ആകാശ് മിസൈൽസിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ്. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ദി DRDO. ഓക്കെ, നമ്മുടെ ഇന്ത്യാസ് ഡിഫൻസ് റിസർച്ച് ഏജൻസി DRDO ആണ് ഇത് ഉണ്ടാക്കിയത്. ഇതിന് ഏകദേശം 25 to 30 കിലോമീറ്റർ ദൂരമുള്ള ടാർഗറ്റിനെ അടിക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ ഹിറ്റ് ടാർഗറ്റ് അപ് ടു 25 to 30 കിലോമീറ്റേഴ്സ് എവേ. ഈ എനിമി ഡ്രോൺസിനെയും മിസൈൽസിനെയും അതേപോലെ എനിമി എയർക്രാഫ്റ്റിനെയും ഒക്കെ നമുക്ക് ഷൂട്ട് ഡൗൺ ചെയ്തിടാൻ പറ്റും നമ്മുടെ ആകാശ് പ്രൈം ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഇത് ഈ വളരെ ടഫ് കണ്ടീഷൻസിൽ ഇത് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ ടെസ്റ്റ് ചെയ്തത് ലഡാക്കിലല്ല. ലഡാക്ക് പോലെയുള്ള സ്ഥലങ്ങളില്ല, അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസിൽ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ നമ്മുടെ ആകാശ് മിസൈൽസിന് പറ്റും. ഓക്കെ, അതേപോലെ ഇന്ത്യയുടെ ബോർഡർ ഏരിയാസിനെ എയർ അറ്റാക്കിൽ നിന്നും എനിമി എയർ അറ്റാക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വളരെയധികം യൂസ്ഫുള്ളാണ് നമ്മുടെ പുതിയ ആകാശ് മിസൈൽസ്. ആൻഡ് ഇറ്റ് വിൽ സപ്പോർട്ട് ഇന്ത്യാസ് ഗോൾ ടു മേക്ക് മോർ വെപ്പൺസ് അറ്റ് ഹോം. നമ്മുടെ ആത്മനിർഭർ ഭാരത് ഒക്കെ ഉണ്ടല്ലോ, സെൽഫ് റിലയൻസ്. അതേപോലെ ഈ ഒരു ടെസ്റ്റിൽ ഇറ്റ് സക്സസ്ഫുള്ളി ഹിറ്റ് 2 ഫാസ്റ്റ് മൂവിങ് ടാർഗറ്റ്.
ഓക്കെ, സോ അത് പ്രൂവ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് റെഡി ഫോർ ആക്ഷൻ. ഓക്കെ, സോ ആകാശ് പ്രൈം ഇത് കുറച്ചും കൂടി ഇറ്റ് ഈസ് എ സ്മാർട്ടർ ഇന്ത്യൻ മെയ്ഡ് മിസൈൽ സിസ്റ്റം. ഓക്കെ, ദാറ്റ് ക്യാൻ ഡിഫെൻഡ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ബോർഡേഴ്സ് ലൈക്ക് ലഡാക്ക് ഫ്രം എയർ ത്രെറ്റ്സ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് ഇന്ത്യ വാൺസ് അഗൈൻസ്റ്റ് ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഓവർ റഷ്യൻ ഓയിൽ. സോ നമ്മുടെ US പുതിയൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു പുതിയൊരു ലോ, അതായത് സാങ്ഷനിങ് റഷ്യ ആക്ട് 2025 എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു നിയമപ്രകാരം ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്ന രാജ്യങ്ങളെ പണിഷ് ചെയ്യുക, അവർക്ക് പണി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ US പുതിയൊരു പോളിസി. ഓക്കെ, ഇനി നിർഭാഗ്യം വെച്ചാൽ നമ്മൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അറിയാലോ, നമ്മൾ റഷ്യൻ ഓയിലിൻ്റെ മേജർ ബയറാണ് ഇന്ത്യ. ഓക്കെ, സോ US എന്തുകൊണ്ടാണ് US-ന് വേണ്ടത് നമ്മുടെ റഷ്യയുടെ ഓയിൽ സെയിൽസ് എന്നുള്ള വരുമാനം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കണം. ഓക്കെ, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഓൺ ഗോയിങ് വാർ ഇൻ യുക്രൈൻ. So, by stopping other countries from buying Russian oil, the US hopes to weaken Russia economically. ഓക്കെ, നമ്മൾ ഇന്ത്യയുടെ റെസ്പോൺസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് ഡിസഗ്രി ചെയ്തിട്ടുണ്ട് വിത്ത് ദിസ് അപ്രോച്ച്. ആൻഡ് നമ്മൾ പറഞ്ഞൊരു നിങ്ങൾ US ഓക്കെ, നിങ്ങളൊരു ഡബിൾ സ്റ്റാൻഡേർഡ് കളിയാണ് ഇവിടെ കളിക്കുന്നത്. അതായത് വെസ്റ്റേൺ കൺട്രീസ് ദേ ആർ സ്റ്റിൽ ബൈയിങ് ഓയിൽ, ഓക്കെ, ഓർ ദേ ആർ ട്രേഡിങ് ഇൻ വേസ് ദാറ്റ് ബെനിഫിറ്റ് ദം. ഓക്കെ, അത് പിന്നെ എന്തിനാണ് നിങ്ങൾ ബാക്കിയുള്ളവരെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചോദിച്ചത്. ഓക്കെ, ഇന്ത്യക്ക് വേണ്ടത് നമ്മൾ ഒരു എനർജി സെക്യൂരിറ്റിയാണ് നമ്മുടെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത്. ഒരു എനർജി സെക്യൂരിറ്റിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അതിനാണ്. ഇന്ത്യക്ക് വേണ്ടത് വളരെ റിലയബിൾ ആയിട്ടുള്ള അഫോർഡബിൾ എനർജിയാണ്. ഇവിടുത്തെ 1.4 ബില്യൺ ആൾക്കാർക്ക് വേണ്ട റിലയബിൾ അഫോർഡബിൾ എനർജിയാണ് ഇന്ത്യക്ക് വേണ്ടത്. ഓക്കെ, നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ റഷ്യയുടെ കയ്യിൽ നിന്ന് മാത്രമല്ലല്ലോ. ഇന്ത്യ ഓൾറെഡി ഇമ്പോർട്ട് ഓയിൽ ഫ്രം 27 കൺട്രീസ്, നോട്ട് ജസ്റ്റ് റഷ്യ. മുമ്പ് ഇതേപോലെ ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് US സാങ്ഷൻ നമുക്ക് അടിച്ചു തന്നിരുന്നു നമ്മുടെ ട്രംപ്. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി ഏകദേശം 38% ഇന്ത്യയുടെ ഓയിൽ ഇമ്പോർട്ട് വരുന്നത് റഷ്യയിൽ നിന്നാണ്. ഓക്കെ, ഇൻ കോൺട്രാസ്റ്റ് 6% ഓഫ് ദി റഷ്യസ് ഓയിൽ ഗോസ് ടു ദി യൂറോപ്യൻ യൂണിയൻ നൗ. സോ ഇവിടുത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രഷറിൻ്റെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ എന്താണ് ഗ്ലോബലി എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കുമ്പോൾ നാറ്റോ ഉണ്ടല്ലോ, നമ്മുടെ നാറ്റോൻ്റെ ചീഫ് ഇന്ത്യ, ചൈന, ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങളെ വാൺ ചെയ്തിരുന്നു. ഓക്കെ, നോട്ട് ടു സപ്പോർട്ട് റഷ്യ എക്കണോമിക്കലി എന്നൊക്കെ അവർ പറഞ്ഞു. ആൻഡ് ദി പ്രപ്പോസ്ഡ് US ലോ that would pressure India to cut oil ties with Russia or face consequences. ഓക്കെ, സോ ഇന്ത്യ ട്രൈ ചെയ്യുന്നത് ഒരു സ്ട്രാറ്റജിക് ടൈസ് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റഷ്യയും US ആയിട്ടുള്ള റഷ്യയും US പിന്നെ ബാക്കി രാജ്യങ്ങളുമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ടൈസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്, വിതൗട്ട് ഹാർമിങ് ഇറ്റ്സ് ഓൺ ഇൻട്രസ്റ്റ്. ഓക്കെ, സോ ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഇറ്റ് ഈസ് ബീങ് ടെസ്റ്റഡ് അല്ലേ. അതായത് നമുക്ക് നോൺ അലൈൻഡ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. അപ്പം ഒരു സാങ്ഷൻസ് ഓൺ വൺ കൺട്രി ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി എഫക്റ്റ് മെനി അതേഴ്സ് അല്ലേ. ഗ്ലോബൽ എനർജി എന്ന് പറയുന്നത് ഇത് ഇൻ്റർ കണക്റ്റഡ് ആണ്. അതേപോലെ ഇന്ത്യ ഹാസ് ടു ചൂസ് ബിറ്റ്വീൻ നമുക്ക് ചീപ്പ് ഓയിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് എടുക്കണോ അതോ US-ൻ്റെ സാങ്ഷൻസ് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇന്ത്യ ഹാസ് ടു ചൂസ് ബിറ്റ്വീൻ ചീപ്പ് ഓയിൽ ആൻഡ് അവോയ്ഡിങ് US സാങ്ഷൻസ്. ഓക്കെ, ഒരു എനർജി സെക്യൂരിറ്റിയും അതും ഈ ഗ്ലോബൽ പ്രഷറും തമ്മിലുള്ള ആ ഒരു പ്രശ്നമാണത്. സോ ഇന്ത്യയുടെ ഒരു ഫൈനൽ സ്റ്റാൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞത് ഇന്ത്യക്ക് ഈ ഒരു പുതിയ US ബില്ലിൻ്റെ മേലെ കൺസേൺസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതേപോലെ പെട്രോളിയം മിനിസ്റ്റർ സെഡ് ദാറ്റ് ഇന്ത്യ വിൽ ഡീൽ വിത്ത് ഇറ്റ് വെൻ ഇറ്റ് കംസ് എന്നൊക്കെയാണ്. So, India is not backing down yet, and we are defending our own rights to energy security even under international pressure എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നാളെ വേറെ കുറച്ച് ന്യൂസസ് ആയിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.